ഹലോ എവ്രി വൺ, എല്ലാവർക്കും മുബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുളക് ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ ആവശ്യമായ അത്രയും മുളക് ഞാൻ കഴുകി രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ മാവിലേക്ക് ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഫുള്ളി പൗഡേർഡ് അല്ല, കുറച്ച് ക്രഷ്ഡാണ്, കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ സാധാരണ എല്ലാവരും മൈദയിലല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ മൈദയും കടലമാവും. ഞാനിതിപ്പം ആട്ട മാത്രമാണ് എടുത്തേക്കുന്നത്. ആട്ടായും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഈ മാവിലേക്കിനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ചേർക്കാവേ. ആവശ്യത്തിന് വേണ്ട ഉപ്പും എല്ലാം. എപ്പോഴും എനിക്ക് ഈ ഗരം മസാല ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ക്രഷ് ചെയ്തത് ഇടുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം അതിനൊരു വേറൊരു ടേസ്റ്റാണ്. കാരണം പൗഡറിനേക്കാളും എനിക്ക് കുറച്ചൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എപ്പോഴും ആ ഒരു അധികം പൗഡർ ആവാത്തൊരു ഫോമിൽ കിട്ടുന്നതിനോടാണ്. പിന്നെ ഇതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ മല്ലിയില നമ്മൾ ബജ്ജി ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ കായ ആയിക്കോട്ടെ കിഴങ്ങായിക്കോട്ടെ ഏത് ബജ്ജിക്കും മല്ലിയില കുറച്ച് ചേർത്താൽ, അതായത് അത്യാവശ്യം ചെറിയ രീതിയിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ആ ബാറ്ററിന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മാവാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തു. പിന്നെ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി. പതിയെ ഇളക്കി ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം വലിയ മെനക്കേടൊന്നുമില്ല. കാരണം ആട്ട ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൈദയുടെ പോലെ ലംസ് ഒന്നും പെട്ടെന്ന് അത്ര കട്ടിക്ക് ലംസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സിയിലൊന്നും അടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് കെട്ടാതെ നല്ല ഒരു തിക്ക് ബാറ്ററായിട്ട് കിട്ടും. ഇപ്പോൾ ഈ കാണുന്ന പോലെ അതിനധികം വെള്ളം ഒഴിക്കാതെ അത്യാവശ്യം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്. ഈ മാവ് ഇനി ഞാനൊരു നല്ല നീളമുള്ളൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുവാണേ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിലൊക്കെ ആകുമ്പോഴത്തേക്കിനും മാവ് ബജ്ജിക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും കോട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. കാരണം അവിടെ ഒരു സൈഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് അടുത്ത സൈഡ് മറിക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ അത് കോട്ടായിന്ന് വരില്ല. അപ്പം അതിന് ഒരു എളുപ്പ വഴിയാണ്. ഞാനിത് എൻ്റെ സ്വന്തമല്ല, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് ആരുടെ വീഡിയോ ആണെന്ന് ഓർക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ചെയ്താൽ കൊള്ളാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഗ്ലാസ്സിൽ ബാറ്റർ എടുത്തത്. പക്ഷെ ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്, വളരെ ഈസിയാണ്. നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കണ്ടമാനം വെട്ടിത്തിളയ്ക്കുന്ന എണ്ണ വേണ്ട, കരിഞ്ഞു പോവും. നമ്മൾ ഇതിപ്പം കണ്ടോ ഗ്ലാസ്സിലായത് കാരണം നമുക്ക് മാവ് മുക്കാൻ കുറച്ച് എളുപ്പം. ഇങ്ങനെ മുക്കി പൊക്കിയാൽ ഫുള്ളായിട്ട് നമുക്കത് കണ്ടോ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. അത് നമ്മൾ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇടുകയാണ്. അപ്പോൾ തീ ഇനിയിപ്പോൾ കുറച്ച് വെക്കണേ. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബാക്കി ഓരോ മുളകും മാവിൽ ഡിപ്പ് ചെയ്തിടാനായിട്ട്. പതിയെ ഇതിപ്പോൾ നല്ല രീതിയിൽ കോട്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്ത് ചെയ്തതുകൊണ്ട് നല്ല രീതിയിൽ കോട്ടായിട്ടാണ് കിട്ടിയത്. അത്യാവശ്യം എൻ്റെ ചട്ടി ഒരു ഇച്ചിരി ചെറുതായി പോയതുകൊണ്ടാണ് 3 എനിക്കിടാൻ പറ്റുള്ളൂ ഒരു സമയം. പിന്നെ ഇനി ഇതിന് വേണ്ട ചട്നി കടയിൽ കിട്ടുമല്ലോ, ബജ്ജിക്ക് ചട്നി. ആ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ചട്നി ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ ഒരു സബോള എടുത്തേക്കുന്നത്, കുറച്ച് മുളക് പൊടി, ഉപ്പും കുറച്ച് വിനാഗിരി. അത് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കുക. അടിപൊളി ടേസ്റ്റുള്ള ബജ്ജി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇടുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.